IPL ക്ലാസിക് പോരാട്ടത്തിൽ RCB ചെന്നൈക്കെതിരെ വിജയം നേടിയിരിക്കുന്നു. അതും ചില്ലറ വിജയമൊന്നുമല്ല, 50 റൺസിന്റെ കൂറ്റൻ ജയം. കഴിഞ്ഞ 17 വർഷമായി ജയിക്കാൻ കഴിയാത്ത ചെപ്പോക്ക് സ്റ്റേഡിയത്തിൽ RCB ജയിച്ചിരിക്കുന്നു. ഇവിടെ നിന്ന് ഇറങ്ങി വരുന്ന കാണികളിൽ പലരുടെയും മുഖം മ്ലാനമാണ്. കാരണം ചെന്നൈ സൂപ്പർ കിങ്സ് ജയിക്കുമെന്ന് പ്രതീക്ഷിച്ചെത്തിയിരിക്കുന്നു. പക്ഷേ RCB ആരാധകരെ സംബന്ധിച്ചിടത്തോളം അവർക്കിന്ന് സന്തോഷരാവാണ്. കഴിഞ്ഞ 17 വർഷമായി അവർ കയ്യിൽ വച്ചിരുന്ന നാണക്കേടിന്റെ റെക്കോർഡ്, ആ പഴികളൊക്കെയും കഴുകി കളഞ്ഞ സന്തോഷത്തോടു കൂടിയാണ് RCB ആരാധകർ ഇറങ്ങി വരുന്നത്. എന്തായാലും മത്സരത്തിന്റെ തുടക്കത്തിൽ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിന് ഇറങ്ങിയ RCBക്ക് ഒരു ഘട്ടത്തിൽ പോലും പിന്നോട്ട് പോകേണ്ടി വന്നില്ല. കാരണം അവരുടെ ഓപ്പണർ ഫിൽ സോൾട്ടിന്റെ വളരെ മികച്ച ഒരു ക്യാമിയോ, 16 പന്തിൽ നിന്നും 32 റൺസ്. ഒപ്പം തന്നെ മിഡിലേക്ക് വരുമ്പോൾ അവരുടെ നായകൻ രജിത് പട്ടീദാർ മുന്നിൽ നിന്ന് ടീമിനെ നയിച്ചു 50യോടുകൂടി. അതിനുശേഷം ഫിനിഷിംഗിൽ ടിം ഡേവിഡ്, അദ്ദേഹത്തിന്റെ വളരെ മികച്ച ഒരു ഫിനിഷിംഗ് കൂടിയായപ്പോൾ 196 റൺസാണ് RCB ചെന്നൈക്കെതിരെ നേടിയത്. 197 റൺസ് വിജയലക്ഷ്യവുമായി ചില ആരാധകരൊക്കെയും അവരുടെ ആഘോഷം പങ്കുവെക്കുന്നുണ്ട്. How was the match? It was very good, wonderful, the greatest experience of my life. Actually, after 17 years, you guys are winning here. So, yeah, it's very normal for us. We have seen the last match, so finally we have won. And I'm speechless right now. These fans, I can't tell the feeling. ചെന്നൈ ആരാധന കൊടുക്കിട്ടുണ്ട്. The greatest moment of this match was that we have seen MS Dhoni play. Actually, you lost today's match. After 17 years, you are losing in Chepauk. But we saw MS Dhoni hitting 2 sixes in an over, in the last over. That's all for today. അപ്പോൾ എന്തായാലും അവരും ഇപ്പോൾ ആശ്വാസം കണ്ടെത്തുന്നുണ്ട്. കാരണം ധോനി അവസാനം ഇറങ്ങി മികച്ചൊരു ക്യാമിയോ കളിച്ചിരുന്നു. അങ്ങനെ തുടക്കം മുതൽ തന്നെ വലിയ രീതിയിലൊന്നും ഈ മത്സരത്തിലേക്ക് മുന്നേറാൻ ചെന്നൈക്ക് കഴിഞ്ഞില്ല. ഒരു നിലയ്ക്കും RCBക്ക് ഒരു ത്രെറ്റായി മാറാൻ അവർക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ചെന്നൈയെ സംബന്ധിച്ചിടത്തോളം അവർ 50 റൺസ് അകലെ വീഴുന്നു. അവരുടെ ബാറ്റിംഗ് ലൈനപ്പ് കൊളാപ്സ് ആകുന്നു. മികച്ച ഒരു റൺ ആരും നേടുന്നില്ല. അത്തരത്തിലാണ് ഈ ഒരു മത്സരം പുരോഗമിച്ചത്. എല്ലാ ഘട്ടത്തിലും RCBക്ക് തന്നെയായിരുന്നു മുൻതൂക്കം. അടുത്ത ചെന്നൈയുടെ മത്സരം സഞ്ജു സാംസന്റെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെതിരെ അവരുടെ ഹോം ഗ്രൗണ്ടിലാണ്. അതേപക്ഷം RCB നേരിടാൻ പോകുന്നത് തങ്ങളുടെ ഹോം ഗ്രൗണ്ടിലെ ആദ്യ മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ ആയിരിക്കും. അപ്പോൾ എന്തായാലും മത്സരങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. ചെപ്പോക്കിൽ ഒരു ജയവും ഒരു തോൽവിയും. ചെന്നൈയെ സംബന്ധിച്ചിടത്തോളം തിരിച്ചു വരേണ്ടതുണ്ട്. അതിന് ടീമിൽ ചില നിർണായക മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. കാത്തിരുന്നു കാണണം ആ മാറ്റങ്ങൾ ചെന്നൈക്ക് വീണ്ടും അവരെ വിജയ വഴിയിലേക്ക് എത്തിക്കുമോ എന്ന. ഈ ഒരു വലിയ ക്രൗഡിനെ അവർ നിരാശരാക്കില്ല എന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. ചെന്നൈയിൽ നിന്നും ചെപ്പോക്ക് സ്റ്റേഡിയത്തിന് മുന്നിൽ നിന്നും ക്യാമറാമാൻ ശ്രീകാന്ത് ഗൗരീശവട്ടത്തോടൊപ്പം മുഹമ്മദ് റഹീസ്, 24.